Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. അടിച്ചു പൊളിച്ചു. കേക്ക് കട്ട് ചെയ്തോ? വൈനൊക്കെ കുടിച്ചോ? ഭയം കുറിച്ചില്ല, കേക്ക് കട്ട് ചെയ്തു. സെലിബ്രേഷൻ എന്താ? സെലിബ്രേഷൻ ഉണ്ടായിരുന്നു യോഗ ടീമിന്റെ. ഞങ്ങള് എവിടെയെങ്കിലും പോയോ? ട്രിപ്പ് എന്തെങ്കിലും പോയോ? ട്രിപ്പ് അങ്ങനെ പോയില്ല. ലുലുമാളൊക്കെ അങ്ങനെ. ബാക്കിയുള്ളവര് എവിടെയെങ്കിലുമൊക്കെ പോയോ? ഇല്ല. വനജ, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തോ? സെലിബ്രേറ്റ് ചെയ്തു മിസ്സേ. കുഴപ്പമില്ല. ഇവിടെ സെന്ററിൽ നമ്മള് ക്രിസ്മസ് കുട്ടികളൊക്കെ കൂടി ഒരു സെലിബ്രേഷൻ ഉണ്ടായി. DRC തലത്തിലൊരു സെലിബ്രേഷൻ. അങ്ങനെ കുഴപ്പമില്ല. എവിടെ പോവാനൊന്നും ആയില്ല. മോൾക്ക് ഇത്തിരി ക്ലാസിന്റെ ഒക്കെ പ്രശ്നമായ കാരണം വേറെ ഒന്നും പുറത്തൊന്നും പോയില്ല. ചെറിയ ചെറിയ ആഘോഷങ്ങൾ. ടീച്ചർ ആഘോഷിച്ചാ? ആഘോഷിച്ചു, കേക്ക് മുറിച്ചു. വേറെ എന്താ പറയാ, വീട്ടിൽ തന്നെ. ഇങ്ങോട്ട് പോയില്ല ഇപ്രാവശ്യം. പിന്നെ ഞങ്ങളുടെ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന്റെ സ്റ്റാഫിന്റെ ഒക്കെ കഴിഞ്ഞ ചൊവ്വാഴ്ച. അത് അടിച്ചു പൊളിച്ചു, നല്ലായിരുന്നു. ഞങ്ങളുടെയായിരുന്നു സ്റ്റാറ്റസ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഫ്രണ്ടായിട്ട് നമ്മുടെ അപർണാംസിനെ ആയിരുന്നു. പിന്നെ എന്നെ ഫ്രണ്ടായിട്ട് കിട്ടിയത് അവിടെയുള്ള ഒരു സ്റ്റാഫിനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാട്ടും ഡാൻസും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ഹെഡ് ഉണ്ട് നിഷാമിസ്. നിഷാമിസ് ആണ് എല്ലാ പ്രാവശ്യവും നമുക്ക് കേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിസ്മസിന് മിസ് കൊണ്ടുവരുന്ന കേക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോ നിഷാമിസ് അല്ല കേട്ടോ, നിഷാമിസ് ഹെഡ് ഉണ്ട്, അതാണ് കേട്ടോ. അപ്പോ അങ്ങനെ അത് കട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് നമ്മുടെ ചോറ്, പിന്നെ ചിക്കൻ കറി, ബീഫ്, പിന്നെ മോരുകറി, കടലത്തോരൻ, അച്ചാറ്, പപ്പടം, അതൊക്കെ വെച്ചിട്ട് ചോറ്, മീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം പങ്കുത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. അപ്പൊ ഗംഭീരായി മൊത്തത്തിൽ. ഗംഭീരമായി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേക്കും പിന്നെ ഒരു ഡയറിയും ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ. അപ്പൊ അതൊക്കെ അതല്ല കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും തരുന്നതാണ് കേട്ടോ. അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അടിപൊളിയായിരുന്നു. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞാ മാഡം? എല്ലാ എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു? ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ അന്നെ കഴിഞ്ഞ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത് നമ്മുടെ അപർണാമിസിനെയാണ്. നിങ്ങൾക്ക് അപർണാമിസ് വന്നിട്ടില്ലല്ലേ? വരും കേട്ടോ, ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് വരും മിസ്. അപ്പോ അപർണാമിസിനെ ആയിരുന്നു ഫ്രണ്ടായിട്ട് കിട്ടിയത്. പിന്നെ എന്നെ ഫ്രണ്ടായിട്ട് കിട്ടിയത് നമ്മുടെ സ്മാർട്ട് സ്ട്രീയിലുള്ള ഒരു സ്റ്റാഫിനെയാണ് കിട്ടിയത്. അങ്ങനെ പരസ്പരം ഗിഫ്റ്റ് ഒക്കെ കൈമാറി അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ഞാൻ ചെയ്യാം മിസ്. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞെങ്കിലും ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. ഇനി ന്യൂ ഇയർ വരുന്നില്ലേ? നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ ക്ലാസ്സില്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം. ഇല്ലേ? ചെയ്യുന്നില്ലേ? പരിപാടികളില്ലേ? എന്നാണ്? 1 തീയതിയാണോ? ഡേറ്റ് ഫിക്സ് ചെയ്തില്ല, എന്നാലും ഏകദേശം ചെയ്യാനൊരു പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങള്. ഓക്കെ. നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഏത് ദിവസമാണെന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പ്രയർ ചെയ്തോളൂ. വനജ, പ്രയർ ചെയ്തോളൂ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പിടയുന്ന നേരത്ത്
ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടാട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ വാതിൽ തുറക്കൂ നീ കാലമേ അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലയിൽ മൊട്ടിട്ട പൊൻപൂവേ കണ്ണീരിലാഴമ്പോൾ കൈ നീ തരണമേ കടലിനു മീതെ നടന്നവനേ വാതിൽ തുറക്കൂ നീ കാലമേ മരണസമയത്തെന്മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയേണമേ തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്തു നീ റൂഹായ കുദീശയിൽ ചേർക്കേണമേ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ വാതിൽ തുറക്കൂ നീ കാലമേ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. സിനിമാ പാട്ട് കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, സൈനിങ് ആരാണ്? സൈനിങ്. ഹലോ മാം, ഞാൻ ചെയ്യാം. ആരില്ല, ഞാൻ ചെയ്യാം. ജോണി ജോണി പപ്പ ഈറ്റിംഗ് ഷുവർ നോ പപ്പ ഓപ്പൺ യുവർ മൗത്ത്. അതെ, ഫീവർ ഉണ്ട്, അതാണ് ഇങ്ങനെ പാടിയത്. ഓക്കെ. Then thought of the day. Thought ഉണ്ടോ? തോട്ട് അറിയില്ലേ? തോട്ട് പറയാനായിട്ട്. ഇന്ന് കുറച്ചു പേര് ആണല്ലോ ഉള്ളത്. ബാക്കിയുള്ളവർ കേറില്ലാന്ന് മെസ്സേജ് അയച്ചിട്ടായിരുന്നോ ഗ്രൂപ്പില്? ഇല്ലില്ല, വെക്കേഷന്റെ കുട്ടികളുടെ കാരണമായിരിക്കും വിചാരിക്കും. ടൂറിലോ വിരുന്നിലൊക്കെ ആയിരിക്കും. അതെ. നമ്മള് സ്കൂൾ മാനേജ്മെന്റ് ആണല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? സ്കൂൾ മാനേജ്മെന്റ് അല്ലേ? അതെ മിസ്. ഏത് പാട്ടാണ്, ഏത് ഭാഗമാണ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ടെക്സ്റ്റിലുള്ളത് വേറെ പോയിന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടെക്സ്റ്റിലുള്ളത് എവിടം വരെ എടുത്തത്? ടെക്സ്റ്റിലുള്ളത് നമ്മളെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു നിർത്തി. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല മിസ്, വേറെ എന്തോ പുറത്തുനിന്നുള്ള കുറച്ച് ഇതാ പറഞ്ഞോണ്ടിരുന്നത്.
പോയിന്റ്സുകളൊക്കെ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് നമ്മള് എവിടം വരെ പറഞ്ഞായിരുന്നു? ഓഫീസ് മെയിൻ്റനൻസ് ഒക്കെ പറഞ്ഞായിരുന്നോ? ഇത് ബോഡി ലാംഗ്വേജസ് ഇല്ലേ ടീച്ചേഴ്സിന് ഡ്രസ്സിനെ പറ്റിയൊക്കെ? ക്ലാസ് റൂം മാനേജ്മെന്റിലാണോ? അതെ അതെ അതെ. ബോഡി ലാംഗ്വേജ്. ആ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സില് ടീച്ചറിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, വാക്കിംഗ് ആണ് തുടങ്ങിയത് അല്ലെ സുറുമി? വാക്കിംഗ്. അതെ അതെ, അതിൽ തുടങ്ങിയതാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അതുപോലെ തന്നെ എന്താ പറയാ അപ്പിയറൻസ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോഴാണ് റസ്മിൻ ഒരു കാര്യം പറഞ്ഞത്, ടീച്ചിങ് സ്റ്റൈല് കൊണ്ട് മാത്രം ശ്രദ്ധ ആകർഷിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഇല്ലേ? ആ പോയിന്റ് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് സ്റ്റൈല് ചിലപ്പോ അവർക്ക് നമ്മൾ കാണുന്ന മാത്രമേ ഭംഗിയോ ഭയങ്കരമായിട്ടുള്ള സ്റ്റൈലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവരെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അത് അവരുടെ ടീച്ചിങ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഇതില് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാം അതിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം. അതായത് ടീച്ചിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ അവര് പഠിപ്പിക്കുന്ന ടീച്ചിങ് മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അപ്പൊ ആ ടീച്ചേഴ്സിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കി ആരൊക്കെയാണെന്ന്. ഞാൻ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കും കേട്ടോ. കാരണം നമ്മുടെ ഇഷ്ടപ്പെട്ട ടീച്ചറെ ഓർമ്മിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ചിലപ്പോ നേരിട്ട് നമുക്ക് അവരെ ചിലപ്പോ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യാനോ അവരെ ഒന്ന് പുകഴ്ത്തി പറയാനോ ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ആ അവസരം ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഞാന് MT11 ആണ് തോന്നുന്നു. MT11 ഇതേ കാര്യം ഞാൻ എല്ലാ ക്ലാസ്സിലും ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ MT11 ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാന് അവരോട് പറഞ്ഞു, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ നിങ്ങളെ ഈ വിധത്തിൽ നിങ്ങളെ ആക്കിയെടുത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തിയാവാനായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ച് എഴുതിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് മൃദുല എന്നാണ്. മൃദുല ഒരു കവിതയായിട്ടാണ് വന്നത് ആ ടീച്ചറെ കുറിച്ച് വർണ്ണിക്കാനായിട്ട്. മലസ്ഥലായിട്ട് മലയാള കവിതകൾ, കഥകളൊക്കെ എഴുതുന്ന കുട്ടിയാണ്. അപ്പോ ആ ടീച്ചറെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കവിത എഴുതിക്കൊണ്ടുവന്നു. ആ കവിതയിൽ ആ ടീച്ചറുടെ മുഴുവനും ക്യാരക്ടറും ആ ടീച്ചറുടെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതൊക്കെ ആ കവിതയിൽ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ആ കുട്ടി പാടുകയും ചെയ്തു ആ കവിത. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു ക്ലാസ് മൊത്തം. അപ്പോ എല്ലാവരും, പിന്നെ ആ കുട്ടി കരഞ്ഞു ലാസ്റ്റ്, കവിത പാടിയിട്ട് ലാസ്റ്റ് കരയുകയാണ് ചെയ്തത് ആ ടീച്ചറെ കുറിച്ച് വർണ്ണിച്ചിട്ട്. അപ്പൊ അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറെ ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പൊ ഞാൻ തരുന്നത്. 5 മിനിറ്റ് ഒന്ന് തരാൻ ഞാൻ. 5 മിനിറ്റിനുള്ളില് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് മതിയോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കൂ കേട്ടോ. ആരാണ്, എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നൊക്കെ ഒന്ന് ഓർത്തെടുക്കൂ. എന്താണ് ടീച്ചിങ് മെത്തേഡ്? മെയിൻ ആയിട്ട് ടീച്ചർ നമുക്ക് തന്നെ സപ്പോർട്ടാണ്. സപ്പോർട്ട്. ചിലപ്പോ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ നമുക്കുള്ള ഒരു കഴിവ് ഹാൻഡ് റൈറ്റിങ്ങിനെ അപ്രിസിയേറ്റ്, അങ്ങനെ ചെറിയ ടാലന്റ് ഉള്ളെങ്കിലും ഒരുപാട് അപ്രിഷിയേറ്റ് നമുക്ക് സ്വയം ഒരു അഭിമാനം തന്നെ തോന്നും. ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് തോന്നുന്ന അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് പല ക്ലാസ്സിലുണ്ട്. അതെപ്പോഴും ഓർക്കും ടീച്ചേഴ്സിനെ പറ്റി. പിന്നെ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ മലയാളം സാർമാരും അതൊരിക്കലും ബുക്കിലുള്ള ഒരു ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് നമ്മളെ കൂടി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ലാംഗ്വേജ് നമുക്ക് ടീച്ചേഴ്സിനുള്ളത്. മലയാളം സാറിനൊക്കെ എന്ന് വെച്ചാൽ അതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടം പഠിക്കാൻ തന്നെ. ലാംഗ്വേജിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ നമ്മൾ സെമിനാറൊക്കെ എടുക്കുമ്പോൾ ടീച്ചറെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഴിവുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എടുത്താലുള്ള കഴിവുണ്ടെന്നൊക്കെ എന്റെ +2 ടീച്ചർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു അഭിമാനമാണ്. പക്ഷെ എങ്ങനെ എത്തിയില്ലല്ലോ എന്ന് ചിലപ്പോൾ വിഷമം തോന്നും. ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സെമിനാറൊക്കെ എടുത്തപ്പോ. ഞങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് ഒക്കെ എക്സ്ട്രാ പറഞ്ഞു, ധൈര്യത്തോടു കൂടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ടീച്ചറൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഷഹീന എന്ന് പറഞ്ഞ നിസ്സാറിന് ടീച്ചർ, ആ ടീച്ചറെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
അപ്പൊ നല്ലൊരു ധൈര്യമായിരുന്നു. അപ്പൊ എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും, അതിനുള്ള ഒരു കാലിബർ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞത് ആ മിസ്സിന്റെ ആ ഒരു അഭിപ്രായത്തിൽ നിന്നാണ്. അത്ര ആ. ഇനി ആരാണ്? നിങ്ങളുടെ ടീച്ചറിനെ കുറിച്ച് പറയാനുള്ള ഒരു അവസരമാണ് കേട്ടോ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയായിട്ട് 1-ാം ക്ലാസ്സിലെ ടീച്ചർ തന്നെയാണ്. നമ്മളന്ന് ഞാനൊന്നും അംഗനവാടിയിലൊന്നും പോയിട്ടില്ല, 1-ാം ക്ലാസ്സിലാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നും മാറി കിട്ടുന്ന, നമ്മുടെ പാരന്റ്സിൽ നിന്നും അടുത്തൊരു സ്നേഹം കിട്ടുന്നത് ഈ സ്കൂളിൽ നിന്നാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് 1-ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച കുഞ്ഞുലക്ഷ്മി എന്ന് പറഞ്ഞ ടീച്ചർ. അന്നേ ആ ടീച്ചർ ഇത്തിരി നല്ല പ്രായമായ ടീച്ചറായിരുന്നു. അപ്പൊ ആ ടീച്ചർ നമ്മൾ ഈ പറഞ്ഞാൽ ശരിക്കും നമ്മൾ സ്കൂളിലേക്ക് പോയി പാരന്റ്സിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ ശരിക്കും ആ ടീച്ചർ കുട്ടികളോട് നല്ല ഇതിൽ നിന്നിട്ടുണ്ട്. അപ്പൊ ആ ടീച്ചറെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ 10th ഉണ്ടായിരുന്ന എൻ്റെ ഒരു ക്ലാസ് ടീച്ചറായിരുന്നു. ആ ടീച്ചർ നല്ല, ഞാനിപ്പോ അത്യാവശ്യം ഞാൻ ട്യൂഷൻ സെന്ററിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരിന്റെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അവര് ചെയ്തതുപോലെയൊക്കെ ആക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് അവരോടൊരു താല്പര്യം, അവർ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഞാനിപ്പോഴും എടുക്കുമ്പോ ഞാൻ കുട്ടികളോട് കുറച്ചും കൂടി ഞാൻ നല്ല ഡീപ്പായി ഞാനും കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീട്ടുവിശേഷം, നാട്ടുവിശേഷം, സിനിമാ വിശേഷം പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അങ്ങനെ കുറച്ച് ആ ടീച്ചറിൽ നിന്ന് എനിക്കത് കിട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ വിചാരിക്കും നമ്മളത് അങ്ങനെ ആയി പോവാണ്, അല്ലാണ്ട് അവരെ പോലെ ആവണം വിചാരിച്ചല്ല. പക്ഷെ ആ ടീച്ചർ അന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ അവരോട് കുറച്ചും കൂടി നമ്മളൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ കുട്ടികൾ നമ്മളെ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ട്യൂഷൻ സെന്ററിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ചും കൂടി കുട്ടികളായിട്ട് ഇടപഴകാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ പ്രൈവറ്റ് സെന്ററുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ കുറച്ചുകൂടി വലിയ കുട്ടികളാണ്. എന്നാലും ഞാൻ അപ്പൊ ഏകദേശം എന്റെ പ്രായം അവരുടെ പ്രായമൊക്കെ ഏകദേശം അപ്പായിരിക്കും. എന്നാലും അങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഇതുപോലെ പണ്ട് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ പല ഗുണങ്ങളും അത് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഇപ്പം സുർമി പറഞ്ഞ പോലെ നമ്മൾ മലയാളം ടീച്ചേഴ്സ് കുറച്ചും കൂടി കാരണം അവര് കുറച്ചും കൂടി നമ്മള് ലാംഗ്വേജ് ആയിട്ട് കുറച്ചും കൂടിയും പാട്ടാവുമ്പോഴും കവിതയാവുമ്പോഴും നമ്മൾ അതിൽ കുറച്ചും കൂടി എന്താ പറയുക ഇഴുകി ചേരുകയാണല്ലേ. അപ്പൊ മലയാളം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് ഒലീന മിസ് എന്ന് പറഞ്ഞൊരു മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോഴും പല മലയാളം വാക്കുകളും പലതും ഗ്രാമർ ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ച ആ മിസ് പഠിപ്പിച്ച ഒരു ഓർമ്മയാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും എല്ലാവരെയും ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് എത്ര ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ PSC കോച്ചിങ് ക്ലാസ്സിന് പോയപ്പോഴാണെങ്കിലും അവിടുത്തെ സാറുമാരാണെങ്കിലും അവര് നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെന്നാലും ഒരു ഗുരുനാഥൻ എന്ന തരത്തിൽ അവരെയൊക്കെ നോക്കി എപ്പോഴായാലും നമ്മളിനി ആര് പറഞ്ഞല്ല മരണം വരെ നമ്മള് എന്താ പറയാ പഠിതാക്കളും അവര് അധ്യാപകരിൽ നിന്ന് പലതും ഇനി നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കാനും ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ല, എല്ലാവരും നമ്മൾ ഓർക്കണം, മരിക്കുന്നവരെയും നമ്മളെ പഠിപ്പിച്ചവരെ നമ്മൾ ഓർക്കണം. അവരെ ഒരിക്കലും മറക്കാൻ നമുക്കാവില്ല. പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ അവരെ പോലെ ആവാൻ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് അടുത്തൊന്നും കൂടി പറയാണ്, സ്മാർട്ട് ശ്രീയിലെ കുറച്ച് ടീച്ചേഴ്സ് നമ്മൾ ഇതുവരെ ഓൺലൈനായിട്ട് ക്ലാസ് മാത്രമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് കാരണം നിങ്ങളെ കുറച്ചുപേരെ നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട്. ക്ലാസ് ഇങ്ങനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കുറച്ച് നേരിട്ട് കാണുമ്പോൾ എന്താന്നുള്ളത് അങ്ങനെ കുറച്ച് ടീച്ചേഴ്സിനെയും സ്മാർട്ട് ശ്രീയിലെ ടീച്ചേഴ്സ് എല്ലാവരെയും സാറിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട്. അതാണ് എനിക്ക് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പറയാനുള്ളത്. ഓക്കെ. ഇനി ആരാണ് പറയാനുള്ളത്? ഹലോ മാം, ശ്രീനാഥാണ്. 5-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെയും ഞാൻ ചെറിയ സ്കൂളിലായിരുന്നു. അപ്പോൾ ആ ടീച്ചർമാരെ അവരെ പോലെ ആകണം, അവരെന്ന് പഠിപ്പിക്കുമ്പോൾ അതേ സ്റ്റൈലിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കും. അന്നത്തെ ടീച്ചറിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ടീച്ചറെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ടീച്ചർക്കും അതെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നും ഇങ്ങനെ പഠിക്കാൻ കുറച്ച് ഇതാണെങ്കിലും പക്ഷേ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി എന്നുള്ള ആ ടീച്ചറുടെ ഭാവത്തിൽ അതേ സ്റ്റൈലിൽ പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറിന്. പല ടീച്ചറുണ്ടായിരുന്നു. അതിൽ ജമീല ടീച്ചർ എന്നാണ് ടീച്ചർ. പിന്നെ അവിടുന്ന് 8 തൊട്ട് 10th വരെ ഇത് അനീസ ടീച്ചർ കണക്കായിരുന്നു. അപ്പോൾ ആ ടീച്ചർ അതെ ഇതേപോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡ്, എന്തിനും പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ടീച്ചറെയും ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇതേപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് ആ ടീച്ചറെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഏറ്റെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ പ്രോഗ്രാംസുകൾ വരുമ്പോഴൊക്കെ ഫസ്റ്റൊക്കെ എൻ്റെ പേര് വിളിക്കുള്ളൂ.
ഇങ്ങനെ ലീഡർ തിരഞ്ഞെടുക്കുമ്പോഴും മറ്റുള്ള പ്രോഗ്രാംസ് വരുമ്പോഴും അതേപോലെ എലക്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊക്കെ ഷിജിനാസ് നോക്കുമ്പോ അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പോഴും ആ ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. അതേപോലെ സ്മാർട്ട്സിലത്തെ ടീച്ചർമാരായാലും ഭയങ്കര ഇപ്പൊ ഇങ്ങനെ ഓൺലൈനിലല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് സാർമാരെയും ടീച്ചർമാരൊക്കെ. അതേപോലെ ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർമാരെയും സാർമാരൊക്കെ അങ്ങനൊക്കെ. ഇനി ആരാണ്? അത്രേ ഉള്ളൂ ടീച്ചർമാരെ കുറിച്ച് പറയാനായിട്ട്. നിങ്ങളുടെ മിസ്സേ, ഇഷ്ടപ്പെട്ട ടീച്ചറിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സൗണ്ട് അടഞ്ഞിട്ടുണ്ട്, ചിലപ്പോ സൗണ്ട് ഇങ്ങനെ പോവൂട്ടാ, അതാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, പ്രോബ്ലം ഇല്ല. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ അംഗനവാടിയിൽ പഠിച്ചത്, നമ്മള് വീട്ടിൽ നിന്നുള്ളത് വിട്ടിട്ട് പിന്നെ ഫസ്റ്റ് ചെല്ലണത് അംഗനവാടിയാണല്ലോ, പിന്നീടല്ല LKG UKG ഒക്കെ ആയി തുടങ്ങിയത്. അപ്പൊ അതെ. നമുക്ക് അംഗനവാടിയിൽ തന്നെ തുടങ്ങാം. അംഗനവാടിയിൽ പോയപ്പോ ഒരു ബേബി എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ, ടീച്ചർക്കായാലും ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ശരിക്കും ഒരു അമ്മയുടെ പോലെയായിരുന്നു. ഞാൻ ടീച്ചറെ ടീച്ചറമ്മ എന്ന് വിളിച്ചായിരുന്നേ. ചെറുതിലേ തന്നെ നല്ല ഇഷ്ടവും സ്നേഹമൊക്കെ ആയിരുന്നു. ടീച്ചറുടെ അടുത്ത് കിടന്നിട്ടാണ് ഉച്ചയ്ക്ക് നേരത്ത് ഉറങ്ങലും, പിന്നെ അതേപോലെ ടീച്ചർ പാട്ട് പാടി തരണം. അത് ഭയങ്കര ഒരു അനുഭവമാണ്. ഇപ്പോഴായാലും എൻ്റെ അമ്മ പറയും ഭയങ്കര ഇഷ്ടമായിരുന്നു അംഗനവാടിയിൽ പഠിക്കുമ്പോൾ ബേബി ടീച്ചറെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ എന്നെ ഞാൻ ആ ടീച്ചറെ കണ്ടിട്ടുള്ളൂ. അവരവിടുന്ന് ഞങ്ങൾ 1ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും സ്ഥലം മാറിപ്പോയി. പക്ഷെ എങ്കിലും ആ ടീച്ചറുടെ മുഖമായാലും ആ ആറ്റിറ്റ്യൂഡ് ആയാലും ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് ആ ടീച്ചറെ. പിന്നെ നമ്മള് 1ാം ക്ലാസ്സിലേക്ക് കടന്നിട്ട് ഞാനൊരു പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഫുള്ള് സിസ്റ്റേഴ്സ് ആണ്. 4ാം ക്ലാസ്സിലാണ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നത്, സുലേഖ എന്ന് പറഞ്ഞിട്ട്. ആ ടീച്ചർ വെച്ചാൽ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. നമ്മുടേതായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തിയത് തന്നെ ആ ടീച്ചറാണ്, സുലേഖ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചർ. ഞാൻ അത്യാവശ്യം കവിതകൾ പാടും, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെ ആർട്ടും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ നാടോടി നൃത്തം, അതേപോലെ തിരുവാതിരക്കളി, എല്ലാത്തിലേക്കും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് സുലേഖ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. നമ്മുടെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ട് കലാതിലകം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടീച്ചറുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ സുറുമി പറഞ്ഞ പോലെ തന്നെ അത്രയും കഴിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മള് ഇപ്പോഴൊന്നും എവിടെ എത്തിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സങ്കടമുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പരാജയമായിരിക്കാം. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിലായാലും കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നമ്മുടെ പേരൻസിനായാലും ഉണ്ടായിരുന്നു ആ വലിയ നിലയിലെത്തും എന്നൊക്കെ. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ടോ എന്തോ, ദൈവം അനുഗ്രഹിക്കാത്തതോ എന്തോ സംഭവം കൊണ്ട് അറിയില്ല, നമ്മളിപ്പോഴും ഒരു തളച്ചിട്ട പോലെ തന്നെ അങ്ങനെ കിടക്കാണ്. അങ്ങനെ ഒരു നമ്മൾ അന്ന് അത്രയും ആക്റ്റീവ് ആയ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് തോന്നണില്ല. അങ്ങനെ നമുക്ക് എവിടെയും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു വിഷമം തന്നെയാണത്. പിന്നെ 8, 9 കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പേടിപ്പെടുത്തണ കാലഘട്ടമായിരുന്നു. അതങ്ങനെ ഹാർട്ട് ടച്ച് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പഠിപ്പ് 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 അങ്ങനെ തന്നെ പ്രഷർ ചെയ്ത് പോണ ഒരു കാലഘട്ടമായിരുന്നു ആ 3 കാലഘട്ടം, 8, 9, 10. അവിടെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറയാ, ടീച്ചേഴ്സിനോട് ഒരു ഇഷ്ടം തോന്നണത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ പഠിപ്പ്, നമ്മളോടുള്ള അറ്റാച്ച്മെന്റ്, അതൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഇഷ്ടം തോന്നുക. പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ടീച്ചർമാരും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബോയ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടിയിട്ട് അവിടെ പള്ളീൻ്റെ അടുത്ത് അങ്ങനെ പോണതൊന്നും ഇഷ്ടമല്ല അവർക്ക്. പിന്നെ ഒരു ഹർത്താൽ വന്നാലും നമുക്ക് മുടക്ക് കിട്ടില്ല. ഈ സ്കൂളിൽ മാത്രം എന്നും സ്കൂൾ ഉണ്ടാവും. ബസ് കയറിയൊന്നും വരണ്ട, അവിടുത്തെ പിള്ളേരാണ് അവിടെ ആ സ്കൂളിൽ പഠിക്കണത്. അപ്പൊ ഒരു ഹർത്താലായാലും ഞങ്ങൾക്ക് എന്നും ക്ലാസ്സാ. അപ്പോ ആമ്പിള്ളേരൊക്കെ പറയും ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്കൂൾ ഉണ്ടാവും, വന്നോളോ, വന്ന് ക്ലാസ് മുടക്കിക്കോളോ എന്നൊക്കെ. അതേപോലെ ഞങ്ങൾ റിസ്ക് എടുത്തിട്ടായിരുന്നു ആ 3 കൊല്ലം പഠിച്ചായിരുന്നത്. അങ്ങനെ ബാക്കിയുള്ള സ്കൂളിനൊക്കെ മുടക്ക് കിട്ടുമ്പോഴും ഇവിടെ ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ് വയ്ക്കും. അതേപോലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും ശനിയാഴ്ച ദിവസങ്ങളിൽ. മിക്ക സ്കൂളുകൾക്കും മുടക്കാണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് ക്ലാസ് വെച്ചിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഹൈസ്കൂൾ കാലഘട്ടം. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ തിരിച്ചു പോകാൻ തോന്നാത്ത ഒരു കാലഘട്ടം തന്നെയാണ്. അത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഉണ്ടായിരുന്നത് +1 +2 ആണ് കേട്ടോ. +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീർ എന്ന് പറഞ്ഞ മാഷ് ഉണ്ടായിരുന്നു. നല്ല മാഷാ. ആളാന്ന് വെച്ചാൽ ക്ലാസ് എടുക്കണ രീതി ആയാലും നമ്മളോടുള്ള പെരുമാറ്റമായാലും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് മറക്കാനേ പറ്റില്ല മാഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ. കാരണം എന്ന് വെച്ചാൽ ആള് പാഠപുസ്തകം തുറക്കില്ല, തുറക്കാണ്ടാണ് ക്ലാസ് എടുക്കുക. ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാഷ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പോരും ക്ലാസ്സിലേക്ക്. എന്നിട്ട് അന്ന് എടുക്കാനുള്ള പോർഷൻസ് മാത്രം ആള് നമുക്ക് ഓരോ കഥകളിലൂടെ ആയാലും, അത് ജോഗ്രഫിയുടെ സാറാ. അപ്പൊ
അത്രയും അങ്ങട് ഇപ്പൊ ജോഗ്രഫി ആണെങ്കിൽ കൂടിയിട്ട് പാഠത്തിൽ നോക്കാതെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അത് നമുക്ക് ശരിക്കും മൈൻഡിൽ നിൽക്കും. പിന്നെ കുട്ടികളുടെ ഒപ്പം കളി ചിരിയിലൂടെ അങ്ങനെ പറയുമ്പോൾ നല്ലൊരു മാറ്റം തന്നെയാണ്. പിന്നെ ഞങ്ങളെ ഇപ്പൊ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഒരു പാഠഭാഗത്ത് പുറത്ത് പോയിട്ട് ക്ലാസ് എടുക്കുക, ഒരു മാവിന്റെ ചോട്ടിൽ പോയി ഇരിക്കുക അല്ലെങ്കിൽ മരത്തിന്റെ ചോട്ടിൽ പോയി ഇരിക്കുക, അങ്ങനെയൊക്കെ ഞങ്ങളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പണ്ടത്തെ ഒരു സ്റ്റൈലായിരുന്നു സാറിന്റെ ക്ലാസ് എടുക്കല്. ഇപ്പൊ ഇന്നാള് കഴിഞ്ഞ മാസം അങ്ങോട്ട് കേട്ടു എന്തോ ഒരു അവാർഡ് സാറിന് കിട്ടി, നല്ലൊരു അധ്യാപകനുള്ള അവാർഡ് കിട്ടി എന്നൊക്കെ അറിഞ്ഞു. അതൊക്കെ അറിഞ്ഞപ്പോ നല്ല സന്തോഷമുണ്ട്. പിന്നീട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഞങ്ങള് +2 ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എല്ലാവരും ഒത്തുകൂടണം എന്നൊക്കെ. പക്ഷെ അതിനായിട്ടൊരു അവസരം കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരു +1 +2 പിന്നെയും തിരിച്ചു പോകാൻ തോന്നുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഞങ്ങൾക്ക്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. +1 +2 എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉണ്ട്. മിസ്സുമാരുടെയും അതേപോലെ മാഷുമാരുടെ ആയാലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അവരുടെ കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ നല്ല ടീച്ചേഴ്സ് ആണെന്ന് നമുക്ക് തിരിച്ചറിവ് വരുന്നത് ഇപ്പൊ മോളുടെ സ്കൂൾ ടൈം ആയപ്പോഴാണ്. അവിടെ നല്ല ടീച്ചേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. അതിന്റെ പേരിൽ കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ പോണത്. അതില് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, റിനി എന്ന പേര്. ആ ടീച്ചർ ഭയങ്കര കൂട്ടാണ്, നമ്മളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ മോളെ കൊണ്ടാക്കുക അങ്ങനെയുള്ളൊരു ഇതുള്ളതെങ്കിൽ പോലും ടീച്ചറോടുള്ള സംസാരവും കാര്യത്തിലും ടീച്ചറായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയി. ആ ടീച്ചർ ഇപ്പൊ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി അന്തിക്കാട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. PSC എഴുതിയിട്ട് ആൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ കിട്ടി. അപ്പോ ആള് അവിടേക്ക് ട്രാൻസ്ഫർ ആയി പോയി. എങ്കിലും കൂടിയിട്ട് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഉണ്ണിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ടീച്ചേഴ്സിന്റെ ഇതിപ്പോ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലോ ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത ടീച്ചേഴ്സ് ആണ് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ മോൾക്ക് ഫസ്റ്റ് അല്ലെങ്കിലും ഇപ്പൊ എന്തിലും ഏതൊരു ഇതിൽ പ്രവർത്തനത്തിലായാലും നമ്മളെ മാറ്റി നിർത്തിയാലും അല്ലെങ്കിൽ കൂടി നമ്മളുടെ മോൾക്കൊരു പ്രൈസ് കാര്യങ്ങൾ ഇല്ലെങ്കിലും ആ ടീച്ചേഴ്സിന്റെ ഒരു സ്വഭാവം കാരണമാണോ ക്യാരക്ടർ കാരണമാണോ മാറ്റി നിർത്തണം എന്നുള്ളത് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോ ഈ റിനി എന്ന് പറഞ്ഞ ടീച്ചർ ഇപ്പോ എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേപോലെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ 4ാം ക്ലാസ്സിലുള്ള ഒരു ടീച്ചർ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ മാറ്റി നിർത്താം ഉണ്ണിയുടെ കാര്യത്തിൽ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ നമ്മളെ പ്രഷർ ചെയ്യണ പോലെയൊക്കെ കാണിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. നമ്മള് ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ ഇത് ഷെയർ ചെയ്തിരുന്നു. ടീച്ചറോട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. മോൾക്ക് അതിനെ തുടർന്ന് ഇങ്ങനെ വയ്യായികളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോ ഇപ്പൊ ദേ കഴിഞ്ഞ മാസത്തില് ഉണ്ണി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 2 ആഴ്ചത്തോളം ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു മിസ്സേ. നമ്മള് കൈവിട്ട് പോകുന്നുള്ളൊരു സ്ഥിതി വന്നിരുന്നു. ഞാൻ ആ സമയത്ത് ക്ലാസ്സിലൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ആഴ്ചയിലൊക്കെയാണ് ഞാൻ ക്ലാസ്സിൽ കയറി തുടങ്ങിയത്. നമ്മുടെ ഈ ക്രിസ്മസിന് മുന്നുള്ള ആഴ്ചയിൽ മോൾക്ക് ഇങ്ങനെ വയ്യാണ്ടായി. അതിന് എക്സാമിനായാലും എന്ത് പ്രവർത്തനത്തിനായാലും അവളിങ്ങനെ മാറ്റി നിർത്തുക. പ്രത്യേകിച്ച് ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇമോഷൻ ആവുന്ന ടൈപ്പാണ് മോള്. അപ്പൊ ഇങ്ങനെ ടീച്ചേഴ്സ് ഓരോ കാര്യത്തിനായാലും അവളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വേണ്ട വേണ്ട വേറെ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താം. പക്ഷെ ആ ടീച്ചറായിട്ട് നമുക്ക് ഒരു വ്യക്തി വൈരാഗ്യം ഒന്നും സംഭവങ്ങളൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഈ ടീച്ചറെ ഇപ്പൊ കാണുന്നത് തന്നെ. പക്ഷെ ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ മോൾക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ വിഷമം വരിക. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് അതിന്റെ പിന്നത്തെ ആഴ്ച അവൾക്ക് പനി കൂടി നമുക്ക് ജൂബിലി ഹോസ്പിറ്റലില് ഇവിടെ തൃശ്ശൂര് അഡ്മിറ്റ് ആക്കേണ്ട വന്നു. അന്ന് കുറെ വിഷമിച്ചു. ഇങ്ങനെ എന്താ കാരണം കണ്ടുപിടിക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പനി മാറണില്ല, വിട്ടു മാറണില്ല, ഭയങ്കര പനി. എല്ലാ ടെസ്റ്റുകളും നടത്തി, എല്ലാ ടെസ്റ്റിലും ഒക്കെ നെഗറ്റീവാണ് കാണിച്ചിരുന്നത്. അതങ്ങനെ വലിയ വലിയ ടെസ്റ്റുകൾ നടത്തുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിലും കൂടിയിട്ട് എന്തായിരിക്കും ഈ പനിയുടെ കാരണം എന്നുള്ളത് അറിയാനായിട്ടൊരു ഇതായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യണത്. അപ്പൊ എല്ലാ ഡോക്ടേഴ്സിന്റെ റൂമിലായാലും അവര് എല്ലാവരും ഇതാണ് ചർച്ച ചെയ്യണത്, എന്തുകൊണ്ടാണ് പനി വന്നതെന്നുള്ളത്. നമ്മൾ വലിയ വലിയ ടെസ്റ്റുകൾ വരെ ചെയ്തു. മെനിഞ്ചൈറ്റിസിന്റെ ടെസ്റ്റ്, ഇനിയിപ്പോൾ അമീബിക് ആണോ എന്ന് വെച്ചിട്ട് അതിന്റെ ടെസ്റ്റ്, ഈ നട്ടെല്ലിന്ന് കുത്തിയെടുത്തിട്ട് ഫ്ലൂയിഡ് കുത്തിയെടുക്കുക, അതൊക്കെ ചെയ്തു. പക്ഷെ നമ്മള്
അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോധം ഉണ്ടായിട്ടില്ല. നമ്മള് മനസ്സും ഇതൊക്കെ കൈവിട്ടു പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഭഗവാന്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് വീണ്ടും മോളെ തിരിച്ചു കിട്ടിയത്. കുറേ പ്രാർത്ഥിച്ചു. നമ്മുടേതായിട്ടുള്ള വിശ്വാസപ്രകാരം നമ്മൾ വഴിപാട് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് ആ 2 ദിവസം കുഴപ്പമില്ലാണ്ടിരുന്നു. 3-ാം ദിവസം അങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. ഇപ്പോഴും പക്ഷെ കാരണം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഇതുവരെ അവൾക്ക് കുഴപ്പമില്ല. അവൾ ആക്റ്റീവാണ്, നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സ്കൂളിലേക്കൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ക്രിസ്മസിന്റെ എക്സാമിന് ഞാൻ കൊണ്ട് ചെന്നിരുത്തിയിട്ട് എക്സാം കഴിച്ച് ഇങ്ങോട്ട് പോരുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ നമുക്കത് അവിടെ ടീച്ചേഴ്സിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടെൻഷൻ കാരണമാണോ മോൾക്ക് ഇനി അങ്ങനെ വന്നേന്നുള്ളത് അറിയില്ല. നമ്മള് ശരിക്കും എന്താ കാരണം എന്നറിയാണ്ട് നമ്മളങ്ങനെ ഒരാളെ പറയണതും ശരിയല്ലല്ലോ. പക്ഷെ കുറേ നാളായിട്ട് ഈ വർഷം തുടങ്ങിയപ്പോ തൊട്ട് ഞാനായാലും മോളായാലും മാനസികമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഡിമ്മായി ഇങ്ങനെ പോവായിരുന്നു. കാരണം കുട്ടികളെ നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും ഒരുക്കണതിന്റെ ഒപ്പം പേരൻസും കൂടി ഒരുങ്ങുകയാണ് ഇതിനൊപ്പം. അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മളും പഠിച്ചു പോവല്ലേ. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തിട്ടും നമ്മളെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ നമുക്കതൊരു വിഷമം. അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പൊ ചേട്ടൻ പറയുന്നത് 2 മാസം കൂടിയല്ലേ ഉള്ളൂ, അവിടുന്ന് മാറാം എന്നുള്ളതിലാണ് ഇപ്പൊ. അപ്പൊ മോളോട് ആയാലും കുറെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്, സാരില്ല പോട്ടെ. അവളുടെ മനസ്സിലും നമ്മളിങ്ങനെ വിഷം കുത്തി വെക്കരുതല്ലോ. പിന്നെ ആ ടീച്ചറെ കാണുമ്പോൾ അവളുടെ മനസ്സിൽ അതായിരിക്കും ഒരു ചിന്ത. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളും കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുള്ള രീതിക്കാണ് പോണത്. പക്ഷേങ്കില് ആ ഒരു ഇത് ഇപ്പൊ ഞങ്ങള് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മളെ 1-ാം ക്ലാസ്സിലത്തെ റിനി ടീച്ചർ വിളിച്ചിരുന്നു. ആള് നല്ല ധൈര്യം തന്നു. അങ്ങനെ അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പോഴാണ് ശരിക്കും ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാവണത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്ക് പേടിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പിള്ളേരുടെ പോലെ നമുക്ക് കമ്പനി അല്ല, അവരോടൊരു ബഹുമാനവും ടീച്ചർമാർ വരുമ്പോൾ ഒരു പേടിയും ആയിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്തായാലും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ എല്ലാവർക്കും പേടിയാ. എല്ലാവരും ബാക്കിലോ അല്ലെങ്കിൽ നടുക്കിലോ കയറി ഇരിക്കാനാ നോക്കുക. ഫ്രണ്ടിൽ വരുമ്പോൾ ടീച്ചേഴ്സ് നോക്കും, നമ്മൾ എഴുതണത് കാണുമ്പോൾ നോക്കുക. അതൊക്കെ കാണുമ്പോഴും ഇപ്പൊ ചോദ്യം ചോദിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴും പേടിയാ. പക്ഷെ എൻ്റെ മോള് ഇപ്പോ പഠിച്ചു തുടങ്ങിയപ്പോ അവൾക്ക് പറയണത് ബാക്കിലേക്ക് ഇരുത്തുമ്പോഴാണ് സങ്കടം. പിള്ളേരുകളൊക്കെ മൊത്തം കരച്ചില്ല, ഞങ്ങൾക്ക് ടീച്ചറുടെ മുന്നിൽ ഇരിക്കണം, ടീച്ചറുടെ അടുത്തിരിക്കണം, ടീച്ചറുടെ മേശയുള്ളടത്ത് ഇരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനാണ് പിള്ളേർ ഇപ്പോ കൂടുതലായിട്ടും അങ്ങനെ വാശി പിടിക്കണത്. ബാക്കിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് ഇഷ്ടക്കേടാവണത്. അപ്പൊ കൂടുതലും പിള്ളേരായിട്ട് ടീച്ചേഴ്സ് അറ്റാച്ച്മെന്റ് ആവാനാണ് ഈ കാലഘട്ടത്തിൽ നോക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടികളുടെ മനസ്സ് എന്തോരം വിഷമിക്കണ്ടെന്ന് അവർ അറിയണില്ല. അപ്പൊ അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനുകൾ ഇപ്പൊ അഭിമുഖീകരിച്ചുകൊണ്ട് പോണു. ഞാൻ പറഞ്ഞു എവിടേക്കോ എത്തി. അപ്പൊ മോള് എന്തെടുക്കുന്നു? മോള് എന്താ കുട്ടി എന്തെടുക്കുവാണ് ഇപ്പൊ? ഇപ്പൊ ഞങ്ങള് വെക്കേഷൻ ആയിപ്പോ ഇപ്പൊ ചേച്ചിയുടെ അവിടേക്ക് വന്നേക്ക. ഇപ്പൊ അവള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ഇനി? റിവ്യൂവിന് നമ്മൾ പോയിരുന്നു മിസ്സേ, 5 ദിവസം കഴിഞ്ഞിട്ട് പോയിരുന്നു. അപ്പോ ഡോക്ടേഴ്സ് ആയാലും പറഞ്ഞു നമുക്ക് എന്താ കാരണം എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് കിടക്കാണ്. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെയും ഇപ്പൊ ചെയ്തിരുന്ന ടെസ്റ്റുകൾ തന്നെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ ചെയ്ത ടെസ്റ്റുകളെല്ലാം അതും റിപ്പീറ്റ് ചെയ്തു. അതിലൊക്കെ വീണ്ടും നെഗറ്റീവാണ്. അപ്പൊ എന്തുകൊണ്ടാ അത് സംഭവം വന്നേന്ന് അറിയില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള വിശ്വാസപ്രകാരം അത് എല്ലാവരും വിശ്വസിക്കുമോന്ന് അറിയില്ല. നമ്മള് നാളുകൊണ്ടും അങ്ങനെയൊക്കെ നോക്കിച്ചപ്പോ നമ്മുടെ വീട്ടില് ദോഷമുണ്ട്, മോൾക്ക് ദോഷമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മള് ഈ മരുന്ന് കൊണ്ട് മാറാത്തത് മന്ത്രം കൊണ്ട് എന്ന് പറയില്ലേ, അതേപോലെ ആ വഴിക്കും തിരിഞ്ഞപ്പോ ഒരു ആശ്വാസമൊക്കെ ആയി. പിന്നെ ടെൻഷനും ഉണ്ടാവും. ടെൻഷൻ ഉണ്ടെങ്കിൽ ഏത് അസുഖം എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ആണോന്നും അറിയില്ല. അപ്പോ പിന്നെ ഒരു ടിപ്പ് പോലെ ഞാൻ എല്ലാവർക്കും കൂടെ ഒരു കാര്യം പറയാണ്. നമ്മളിപ്പോ അന്ധവിശ്വാസമല്ല പറയുന്നത്. നമുക്ക് ഏതൊരു സിറ്റുവേഷൻ ആയാലും എത്ര മനസ്സിന് വിഷമമുള്ള സംഭവങ്ങൾ ആയാലും നമ്മള് ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തിനെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഫലം ഉണ്ടായിരിക്കും. നമ്മുടെ വയ്യായികളും അതൊക്കെ മറികടന്ന് നമ്മൾ ഭഗവാനിൽ അവിടെ അത്രയധികം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫലം തന്നെ ആയിരിക്കും അത്. നമ്മള് കുറെ മെഡിസിൻ എടുക്കണതോ അല്ലെങ്കിൽ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നതോ അതിനേക്കാളും വിട്ടിട്ട് നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോ എൻ്റെ അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അതൊരു അന്ധവിശ്വാസം അങ്ങനെയായിട്ടൊന്നും കൂട്ടണ്ട, അന്ധവിശ്വാസമല്ല. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് പറയണത്. കാരണം നമ്മൾ അത്രയും ഈ ശാസ്ത്രം തോറ്റു എന്ന് പറയില്ലേ, അതേപോലെ ഭഗവാനാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായേക്കണത്. അതുകൊണ്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റും വിശ്വാസവും ഇപ്പോഴായാലും നാമങ്ങളായാലും ഉരുവിട്ടുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് അതേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്.
നമുക്കൊരു ആശ്വാസം കിട്ടണത് ഭഗവാനെ വിളിക്കുമ്പോഴും ഒക്കെയാണ്. അങ്ങനെ ഓക്കെ എന്തായാലും പെട്ടെന്ന് ഓക്കെ ആവട്ടെ എല്ലാരും, വിഷമിക്കണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ ഞാൻ പിന്നെ ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിസ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അന്ന് ഇങ്ങനെ ടീച്ചറുടെ കാര്യങ്ങളും ആ വിഷമങ്ങളൊക്കെ ഞാൻ മിസ്സിന്റെ ക്ലാസ്സിലായിരുന്നു പറഞ്ഞിരുന്നതേ. അപ്പൊ അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് നമ്മള് പോയി തല്ലൂടാ അങ്ങനത്തെ സംഭവമല്ല. എന്നാലും എച്ചമ്മിനോടൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് പിന്നെയും ആ കുട്ടീനെ കാണണ്ടേന്ന് അവര് ആ ഒരു ഇത് കൂടി ആവോ മോളെ കാണാ, നമ്മളും അവരെ ഫേസ് ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ഇത് അങ്ങനെയൊക്കെ വന്നു. അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ ഷൗട്ട് ചെയ്ത് പറഞ്ഞില്ലേ, നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആരെയും അങ്ങനെ വെറുപ്പിക്കാനൊന്നും പോയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട വന്നു എന്ന് പറയാ. ഇനി ആരാണ് ഷെയർ ചെയ്യാനുള്ളത്? അറിയില്ല. ഞാൻ എന്റെ ഒരു കാര്യം ഷെയർ ചെയ്യട്ടെ എന്നാ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അല്ലെ? അത്ര വലിയ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിന്റെ ഒരു അനുഭവം പറഞ്ഞ് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഒറ്റ ഒരു ഇൻസിഡന്റ് കൊണ്ട് തീരില്ല. ചെറുപ്പകാലം തുടങ്ങി ഒരു എന്റെ എന്താ പറയാ പഠിത്തത്തിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് വരെയുള്ള ഒരു ചെറിയൊരു ഇൻസിഡൻസ് ഒക്കെ ആയിട്ട് പറയാം. അതായത് ഇപ്പോ സിജി കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കണക്റ്റഡ് ആകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ടാകുന്ന കാലം തുടങ്ങി, അതായത് നഴ്സറിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അധികം കാര്യങ്ങളൊന്നും ക്യാച്ച് ചെയ്തിട്ടില്ല. എന്താണ് നടക്കുന്നത് ടീച്ചർമാരൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ അവരാരും എന്റെ മെമ്മറിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അങ്ങനെ ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് 1 തുടങ്ങി 4 വരെ ഒരു LP സ്കൂൾ, അതായത് 1 തുടങ്ങി 4 വരെ മാത്രമേ ഉള്ളൂ. അവിടെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോ എന്റെ വീടിന് കുറച്ച്, അതായത് നടന്നു പോകുന്ന ദൂരം, 1.5 മണിക്കൂറൊക്കെ നടന്നു പോണം സ്കൂളിലെത്താനായിട്ട്. അന്ന് ഈ പറഞ്ഞ പോലെ വണ്ടികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അധികം, എല്ലാവരും നടന്നൊക്കെയാണ് കൂടുതൽ പോവുക. അപ്പോ ആ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് 1ാം ക്ലാസ് കഴിഞ്ഞ് 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് 1ലും 2ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര മടിയായിരുന്നു എനിക്ക്. എപ്പോഴും കളിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പോവാനായിട്ട് മടിയായിരുന്നു. അമ്മ തല്ലിയിട്ടൊക്കെയാണ് സ്കൂളിൽ വിടുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു. അതിനുശേഷം 3ാം ക്ലാസ് ആയി, 4ാം ക്ലാസ് ആയി. 4ാം ക്ലാസ്സിലാകുന്ന സമയത്താണ് എനിക്ക് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ആയിരുന്നു, ഓക്കെ, ഒരു ലേഡിയാണ് പ്രിൻസിപ്പൾ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിട്ട് വന്നത്. 4ാം ക്ലാസ്സിൽ എല്ലാവർക്കും അവര് തന്നെയാണ്, എല്ലാ 4th സ്റ്റാൻഡേർഡിലും അവര് തന്നെയാണ് ക്ലാസ് ടീച്ചർ ആയിട്ട് വരുന്നത്. ആ ടീച്ചർ തന്നെയാണ്. ടീച്ചറുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഞാൻ മറന്നുപോയിട്ടോ. ടീച്ചറുടെ പേര് റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് കേട്ടോ ടീച്ചറെ പറയുന്നത്, കാരണം നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് കുറച്ചു പേർക്ക് മാത്രം അറ്റൻഷൻ കൊടുക്കുന്നു. അതായത് പാർഷ്വാലിറ്റി എന്ന് പറഞ്ഞില്ലേ സിജി, ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോ കാണുന്ന പോലെ ഭിത്തിയോ കാര്യങ്ങളോ വോളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കുറെ അധികം ഇതില്ലേ, മറച്ചു വെക്കില്ലേ ക്ലാസ്സുകളെ തമ്മിൽ. ഒരു സാധനം ഉണ്ടല്ലോ നീക്കാൻ പറ്റുന്ന, അറിയില്ല പേരെന്തായിരുന്നു അതിന്റെ, സ്ക്രീൻ എന്ന് പറയും, സ്ക്രീൻ നമുക്ക് പറയാറ്. അതായിരുന്നു, മൊത്തം അങ്ങനെയായിരുന്നു. അപ്പൊ വലിയൊരു ക്ലാസ് ആണ് ഞങ്ങളുടെ, അതായത് പ്രിൻസിപ്പളിന്റെ റൂമിന്റെ തൊട്ടടുത്തായിട്ടുള്ള ക്ലാസ് റൂമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തില് സ്ക്രീനുകൾ ഉണ്ട് കുറെ അധികം. എല്ലാ ക്ലാസ്സുകളിലും മറച്ചു, അതായത് 1 മുതൽ 4 വരെ പല ഡിവിഷൻസ് ഉണ്ട്. അതിനൊക്കെ ഈ സ്ക്രീൻ കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കുക. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ, നേരിട്ടല്ല, അതായത് ടീച്ചർ വന്ന് നിൽക്കുന്നു മിഡിലായിട്ട്, കുട്ടികളെ നേരിട്ട് കാണുന്ന ആ രീതിയിലല്ല ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 4 മൂലയിലായിട്ട് ഡെസ്കുകളും ബെഞ്ചുകളും ഉണ്ടാക്കിയാണ്. ഡെസ്ക് എന്ന് പറയാൻ പറ്റില്ല, ബെഞ്ച് തന്നെയാ, ബെഞ്ചുള്ളൂ, ഡെസ്ക് ഇല്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഡെസ്ക് ഇല്ല കേട്ടോ. 4 മൂലകളിലുമായിട്ട് ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്.
പിന്നെ അന്നത്തെ അന്ന് ബാഗ് അല്ല, ഒരു തകരപ്പെട്ടി ഉണ്ടല്ലോ വെള്ള കളറിലെ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഒരു ബോക്സ് തുറക്കുന്ന പെട്ടി, ആ പെട്ടി ആയിരുന്നു ഉണ്ടായിരുന്നേ. ആ പെട്ടി ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് അതിന്റെ മേലെയാണ് നോട്ടൊക്കെ എഴുതിയെടുക്കുന്നത്. ഡെസ്കില്ല കേട്ടോ. പിന്നെ ഇപ്പൊ 4 മൂലയിലുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആ, 4 മൂലയിലും ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബെഞ്ച് ടീച്ചറിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ടീച്ചർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാല് കുറച്ച് സ്റ്റുഡൻസിനെ കാണാനായിട്ട് സാധിക്കും. ഒരു 2-3 ബെഞ്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ടീച്ചേഴ്സ് ആ സമയത്ത് റൊട്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എവിടെയാണോ ഫസ്റ്റ് വന്നിരിക്കുന്നത് അവിടെ തന്നെ ലാസ്റ്റ് വരെ അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ ഈ ടീച്ചർക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരെ എന്ത് ചെയ്യും? ഫ്രണ്ടിലായിട്ട് ഇരുത്തും. തീരെ കുറച്ച് ബാക്ക് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? മൂലക്കിരുത്തും. അങ്ങനെ ഒരു ടെൻഡൻസിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ഈ ടീച്ചർ മാത്സാ പഠിപ്പിക്കുന്നത്. ഈ മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ എഴുതുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണ്. അപ്പൊ അവരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എഴുതിയെടുക്കും. അവര് തന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ കണക്കുകൾ ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് അവര് തന്നെ ആൻസർ പറയുകയും ചെയ്യും. അപ്പോ ഇവിടെ ഞാൻ ഈ ടീച്ചറിന്റെ പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് കാണുന്നത് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഞാനൊക്കെ ഇരിക്കുന്നത് മൂലക്കാണ് കേട്ടോ. ജനലിന്റെ അടുത്തുള്ളൊരു മൂലക്കാണ് എന്നെ കൊണ്ടുവരുത്തിയത്. കാരണം ഹൈറ്റ് ഉണ്ട് അത്യാവശ്യത്തിന്. ആ ക്ലാസ്സിൽ ഏത് ക്ലാസ്സിൽ ചെന്നാലും എനിക്കായിരിക്കും ഹൈറ്റ് ഉണ്ടാവുക. ആ ക്ലാസ്സിൽ ചെന്നിട്ട് എനിക്കാണ് ഹൈറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഏറ്റവും അറ്റത്താണ് എന്നെ കൊണ്ടുവരുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ടീച്ചർ ആൻസർ പറയുന്നത് അവരോടായിരിക്കും, ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ കുട്ടികളോടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിനോട് അല്ലെങ്കിൽ ഈ മാത്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ലാതായി തുടങ്ങി, അല്ലെങ്കിൽ അതിനോട് ഒരു ഇഷ്ടക്കേട് വന്ന് തുടങ്ങിയ ഒരു സമയമാണ് ഈ 4ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ ടീച്ചർക്ക് എപ്പോഴും ശ്രദ്ധ പോകുന്നത് എപ്പോഴും ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറച്ച് കുട്ടികളാണ്. ആ കുട്ടികൾക്ക് തന്നെയാണ് എപ്പോഴും മാർക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോ ഫെയിലായി പോവുകയോ അല്ലെങ്കിൽ ആവറേജ് ആയിട്ടായിരിക്കും ഇരിക്കുകയും ചെയ്യാം. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടാവാറുണ്ട്? മാർക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ തന്നെ ആ ക്ലാസ്സിൽ തുടങ്ങി തന്നെ ഒരു പാർഷ്യാലിറ്റി, എന്താ പറയാ, ഒരു ഇത് ഞാൻ കണ്ടു. കാരണം നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നത് മുഴുവനും മറ്റു കുട്ടികളെ അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? പറഞ്ഞ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 4ാം ക്ലാസ് എങ്ങനെയോ കഴിഞ്ഞു. പിന്നീട് 5 തുടങ്ങി 7 വരെയുള്ള ക്ലാസ് ആണ് UP സ്കൂള്. അത് ഈ LP സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്കൂള് തന്നെയാണ്. ഒരു പള്ളി സ്കൂളാണ്. അവിടെയാണ് 5 തുടങ്ങി 7 വരെ ഞാൻ പഠിച്ചത്. 5ാം ക്ലാസ് എങ്ങനെയോ പഠിച്ചു നീക്കി, 6ാം ക്ലാസ് എങ്ങനെയോ പഠിച്ചു നീക്കി, 7ാം ക്ലാസ്സിലായി. 7ാം ക്ലാസ്സിലാകുന്ന സമയത്ത് ഞങ്ങളെ മാത്സ് പഠിപ്പിക്കുന്ന, കഷ്ടകാലത്തിന് ഏത് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറും എന്റെ ക്ലാസ് ടീച്ചറായിട്ട് വരും. 7ാം ക്ലാസ്സിലായപ്പോ ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ ക്ലാസ് ടീച്ചറായിട്ട് വന്നു. കാണുമ്പോ തന്നെ പേടിയാവും, രൂപം കാണുമ്പോ തന്നെ പേടിയാവും. അത്യാവശ്യം തടിച്ച് ഉയരമൊക്കെ കുറഞ്ഞിട്ട് ഒരു എരി നിറത്തിലുള്ള ഒരു ടീച്ചർ. പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ടീച്ചറാണ് മാത്സ് പഠിപ്പിക്കുന്നത്. ഈ മാത്സിനോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പ്, അതായത് താല്പര്യക്കുറവും ഇഷ്ടക്കേടൊക്കെ ഉണ്ട് 4ാം ക്ലാസ് തുടങ്ങി. എന്നിരുന്നാലും ഭയങ്കരമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ വന്നു തുടങ്ങിയത് ഈ ടീച്ചർ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം ഈ ടീച്ചറെ ടാർഗറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ടീച്ചറിന്റെ അതേപോലെ തന്നെ കുറച്ചും കൂടി ഹൈ ലെവലിലുള്ള ഒരു വെർഷനാണ് 7ാം ക്ലാസ്സിലെ ടീച്ചർ. കാരണം അവിടെ കുറച്ച് പേരുണ്ട്, അവർ ഇക്കണോമിക് ആയിട്ട് കുറച്ച് ഉയർന്നതാണ്, സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്നതാണ്, അവരുടെ തന്നെ കാസ്റ്റ്യൂം ഇതൊക്കെ ഉള്ളവരാണ്. അപ്പോ അവരെ മാത്രം, കുറച്ചു പേരെ മാത്രമാണ് ടീച്ചർക്ക് ഇഷ്ടം. അവർക്ക് മാത്രമാണ് അറ്റൻഷൻ കൊടുക്കുന്നത്. അവരെന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും, അവര് ഏത് കാര്യം പറഞ്ഞാലും സാധിച്ചു കൊടുക്കും. ആ ഒരു രീതിയിലാണ് ആ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ടീച്ചർക്ക് ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞാല് കുറച്ച് ബോയ്സിനെ ടീച്ചർക്ക് ഇഷ്ടമല്ലായിരുന്നു, കുറച്ച് ഗേൾസിനെ ഇഷ്ടമല്ലായിരുന്നു. കൂട്ടത്തിൽ ഞാനും പെട്ടു കേട്ടോ. അങ്ങനെ ഒരു ദിവസം മാത്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയായി എനിക്ക്. ടീച്ചർ സൈഡിലൊക്കെ വന്ന് നോക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നോ, ഈ നോട്ട് ബുക്ക് മറച്ചു വെക്കും ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ.
കൈപ്പത്തി ഉണ്ടല്ലോ നമ്മൾ, അതുകൊണ്ട് ഇങ്ങനെ മറച്ചിട്ടാണ് എഴുതുന്നത്. കാരണം ടീച്ചർക്ക് പിടിക്കല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഹൈറ്റ് ഒരു എന്താ പറയാ, ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹൈറ്റ്സിനോട് ഭയങ്കര ദേഷ്യം തോന്നിയിരുന്നു. കാരണം എപ്പോഴും അറ്റത്തൊക്കെയാണ് വന്നിരിക്കുക, നടുക്കൊന്നും ഇരുത്തില്ല എന്നെ, അറ്റത്താ ഇരുത്ത. ഏത് ബെഞ്ചിന്റെ അറ്റത്ത് ഞാൻ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, വന്നിട്ട് നോക്കാം, നമ്മളെ പിടിക്കാം അല്ലെ. അപ്പൊ ഈ മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ദൈവമേ വരല്ലേ വരല്ലേ എന്നാണ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഷ്ടകാലത്തിന് എന്ത് ചെയ്യും, വരും, വന്ന് നോക്കും. പക്ഷെ ഏകദേശം തട്ടുകേടില്ലാതൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അധികം ഒന്നും ആ ടീച്ചറുടെ കയ്യിൽ നിന്ന് അടിയൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം, അന്ന് എന്റെ പിറന്നാളായിരുന്നു. അന്ന് ഞാൻ അമ്മ തന്ന പുതിയ ഡ്രസ്സ്, ആദ്യമായിട്ടാണ് അന്ന് ചുരിദാർ ഇടുന്നത്. ഒരു മഞ്ഞ ചുരിദാർ, ഒരു ഗോൾഡൻ കളറിൽ ചുരിദാറൊക്കെ ഇട്ട് ഞാൻ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ പോയ സമയത്ത് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ടീച്ചർ പറയാം, അപ്പൊ എന്നോട് ടീച്ചർ ഇടയ്ക്ക് പറയാറുണ്ട്, ശ്രദ്ധയില്ല ശ്രദ്ധയില്ല. എന്റെ അമ്മനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും തീരെ ശ്രദ്ധയില്ല, അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ എന്നോട് പറയാണ് അശ്വതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളി. ഈ വിളി മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ടീച്ചറുടെ കയ്യിൽ ഇങ്ങനെ ടെസ്റ്റർ എന്റെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ഡസ്റ്ററിന്റെ ചോക്ക് ഉണ്ടല്ലോ, ചോക്കിന്റെ പൊടിയൊക്കെ എന്റെ മുഖത്തൊക്കെ ആയി, മൊത്തമായി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു ആ സമയത്ത്. പിന്നെ ഞാനത് തുടച്ചൊക്കെ കളഞ്ഞു, കൂട്ടുകാരൊക്കെ സമാധാനിപ്പിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നാണക്കേട് തോന്നി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്റെ ഡസ്റ്റർ വലിച്ചെറിയുന്നത്. അതും ബോയ്സ് കണ്ടുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള ഗേൾസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് നാണക്കേട് തോന്നുമല്ലോ. അന്ന് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ 7ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞാ മതി, ഇവിടെ നിന്നൊന്നും പോയാ മതി. അന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അതിനുശേഷവും അധികം, അതായത് ഈ ഒരു ഇത് എനിക്ക് ഇപ്പോഴും ആ ടീച്ചർ ഒരു എന്താ പറയാ, നല്ലൊരു ഇമേജ് അല്ല. കാരണം എനിക്ക് തീരെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും, ഒരു പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ കൂടിയും ഒരു നല്ലൊരു ഇൻഫ്ലുവൻസ് ഇതുവരെ എനിക്ക് ആ ടീച്ചർ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. പിന്നീട് 8ാം ക്ലാസ്സിലായി. 8ാം ക്ലാസ്സിലാകുന്ന സമയത്താണ് ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. കാരണം നമ്മുടെ 8ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗിയൊക്കെ വെക്കുന്ന സമയമാണ് അല്ലെ, നിങ്ങൾക്കറിയാം അല്ലെ. പെൺകുട്ടികൾക്കാണെങ്കിൽ ഫസ്റ്റ് പീരീഡ്സ് ഒക്കെ ആകുന്ന സമയമാണ് അല്ലെ, ശരിയല്ലേ? കുറച്ചും കൂടി ഭംഗിയൊക്കെ വെക്കും, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇത് ആ സമയത്താണ് എനിക്ക് ആ ഒരു തോട്ട് വന്നത്. അപ്പോ പഠിക്കുന്നതിന്റെ കേസിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, എല്ലാവരും പ്രശംസയും അഭിനന്ദനങ്ങളൊക്കെ കിട്ടുമല്ലോ. പക്ഷെ അത് കിട്ടുന്നില്ല. എന്നാ ഭംഗിയോ അതുമില്ല. ഭംഗി എന്ന് പറയാൻ കുറച്ച് മുടിയുണ്ട്, കൂടുതലായിട്ട് കുറച്ച് മുടിയുണ്ട്. ഇപ്പൊ മുടിയൊക്കെ പോയിട്ടോ. മുടി ഉണ്ടായിരുന്നു, പക്ഷെ ഭംഗി എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ആ സമയത്ത് ഇല്ല. അപ്പൊ എന്റെ വിചാരം എന്താണ്, ഒന്നിലും കൊള്ളില്ല, പഠിപ്പിലും കൊള്ളില്ല, ഭംഗിയിലും കൊള്ളില്ല, ഒന്നിലും കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല. ആ ഒരു തോട്ടൊക്കെ വന്നു തുടങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചത് വേറൊരു സ്കൂളിലാണ്. പക്ഷെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് കാസർഗോഡാണ്. അങ്ങനെ അങ്ങോട്ട് പോയി ഞങ്ങൾ ഫാമിലി ആയിട്ട്. അങ്ങനെ കാസർഗോഡ് ചെന്നു, ഒരു സ്കൂളിൽ ചേർന്നു. അവിടെ ഫേമസ് ആയിട്ടുള്ളത് CBSE സ്കൂളാണ്. അവിടെ സ്റ്റേറ്റ് സിലബസും പഠിപ്പിക്കുന്നുണ്ട്. ആ സ്കൂളിൽ ചേർന്നു. പക്ഷെ അധികം നാളൊന്നും അവിടെ പഠിച്ചില്ല, ഒരു കൊല്ലം മാത്രം, 8ൽ മാത്രം പഠിച്ചു. കാരണം ഭയങ്കരമായ ഫീസാണ്. അപ്പൊ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് 9ാം ക്ലാസ് ആയപ്പോ ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് നമ്മുടെ മഞ്ചേശ്വരത്തിനൊക്കെ അടുത്തായിട്ട്. മഞ്ചേശ്വരം കേട്ടിട്ടുണ്ടോ? മഞ്ചേശ്വരം കേട്ടിട്ടുണ്ട്. മഞ്ചേശ്വരത്തിനൊക്കെ അടുത്തായിട്ട് മംഗൽപാടി എന്ന് പറയും. അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു. ആ സ്കൂളിൽ ചേർന്നതോടുകൂടി എന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. ആ സ്കൂളിൽ ചേർന്നതാണ്. അപ്പൊ സ്കൂളിൽ ചേർന്നപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞാൻ ചെന്നപ്പോ എല്ലാവരും എന്നെ കണ്ടിട്ട് അതിശയിക്കുക ചെയ്തേ. കാരണം എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഒരു വിചാരിച്ചിട്ടാണ് അവരെ പഠിപ്പിക്കാൻ ചെന്നതാണ്. അവിടുത്തെ കുട്ടികള്, കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് ചെന്നത്. എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. അപ്പോ ആദ്യം ഞാൻ അവിടെ ചെന്നപ്പോ സാറ് വന്നിട്ടുണ്ടായില്ല. അപ്പൊ കുട്ടികളൊക്കെ എന്നെ നോക്കുവാണ്. അപ്പൊ ആദ്യം അവര് വിചാരിച്ചു പഠിപ്പിക്കാൻ ചെന്നാണ്. പിന്നെ ഞാൻ ഒരു ബെഞ്ചിൽ കയറിയിരുന്നു. അപ്പോഴാണ് അവര് കരുതിയത് ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല, സ്റ്റുഡന്റ് ആണ്. പക്ഷെ അന്ന് ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് എന്റെ സാറിനെ കാണാനായിട്ട് പറ്റിയില്ല. ഹെഡ് മാസ്റ്ററോട് പറഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചുപോയി. മാരേജ് ഫംഗ്ഷന് തിരിച്ചു പോവാണ് ചെയ്തത്. പിന്നീട് സെക്കൻഡ് ഡേ ഇതുപോലെ തന്നെ
ക്ലാസ്സിൽ ചെന്നപ്പോ സാറ് അറ്റൻഡൻസ് വിളിച്ചപ്പോഴാണ് എന്റെ പേര് വിളിച്ചേ. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ഇന്നലെ പെട്ടെന്ന് പോയത്, ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ സാറ് കണ്ണൂർക്കാരനാണ്, സുനിൽ എന്നാണ് സാറിന്റെ പേര്, ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ സാറെന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ലാംഗ്വേജ് കേട്ടിട്ട് ഭയങ്കര അതിശയമാണ്. കാരണം കാസർഗോഡൻ സ്ലാങ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. അന്നൊക്കെ പറഞ്ഞാല് നല്ല രീതിയിൽ അവിടുത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാല് കുറച്ച് ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടികളാണ്. എന്താ പറയാ, നമ്മുടെ അതായത് നമ്മുടെ തെക്കൻ കേരളവും അല്ലെങ്കിൽ മധ്യ കേരളമൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ചും കൂടി പഠിക്കാനായിട്ട് ബാക്കിലേക്ക് നിൽക്കുന്ന കാലഘട്ടം അന്ന് കേട്ടോ, കുറെ വർഷം മുമ്പുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞു, ഇന്നല്ല. അപ്പോ നമ്മുടെ ലാംഗ്വേജും നമ്മുടെ എന്താ പറയാ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് ഭയങ്കര അതിശയം, അവിടുത്തെ സാറന്മാർക്കും ഇന്നൊക്കെ. പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, സാറ് നേരിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അശ്വതി ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അശ്വതി ഒരു വെൽക്കം സ്പീച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അന്ന് സ്റ്റേജിൽ കയറാൻ പോകുന്നത് സാറ് കാരണം. അപ്പൊ എനിക്ക് എന്താ പറയാ, ഇതുവരെ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് ഒരാൾ എന്നോട് വെൽക്കം സ്പീച്ച് പറയാനായിട്ട് പറയുവാണ്. അപ്പൊ കുറെ അധികം ആളുകളൊക്കെ വരുന്നുണ്ട് അവിടെ. അപ്പൊ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്റെ ഭാഷ വ്യത്യാസമാണ്, മറ്റുള്ളവർക്ക് എന്നെ പോലെ സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്നെ അത് ഏൽപ്പിച്ചത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറി വെൽക്കം സ്പീച്ച് പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടി. അവിടെ തുടങ്ങിയാണ് എനിക്ക് കോൺഫിഡൻസ് വരാനായിട്ട് തുടങ്ങിയത്. കാരണം എനിക്ക് ഇന്നൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് എനിക്ക് വരാൻ തുടങ്ങിയതെന്ന ആ ഒരു സമയത്ത്, ആ വെൽക്കം സ്പീച്ച് പറഞ്ഞു കഴിയുന്ന സമയത്ത്. പിന്നീട് അവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെയാണ് അവിടെ വെൽക്കം സ്പീച്ചിനായിട്ട് ചാൻസ് എനിക്കാണ് തന്നെ. അങ്ങനെ 10ാം ക്ലാസ്സിൽ അതുപോലെ തന്നെ പിന്നീട് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. മാത്സ് അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ. മാത്സിന്റെ കാര്യത്തിൽ നമുക്കൊരു ടോപ്പിക്, ഒരു ടീച്ചറെ നമ്മൾ വെറുത്തു പോയി കഴിഞ്ഞാല് ആ ടോപ്പിക്കിനോട് നമുക്ക് വെറുപ്പ് തോന്നും. അതാണ് മാത്സിന്റെ പ്രത്യേകത. ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ നല്ല രീതിയിൽ മാർക്കുണ്ട്, പഠിക്കണം. കാരണം നമുക്ക് അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ നമുക്കൊരു തോന്നലുണ്ടാവൂലോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി 10ാം ക്ലാസ് നല്ല രീതിയിൽ മാർക്കോട് കൂടി പാസ്സായി. അതിനുശേഷം എന്റെ അച്ഛനും അതുപോലെ ഞങ്ങള് ഫാമിലിയൊക്കെ തിരിച്ച് ഇങ്ങോട്ട് എറണാകുളത്തോട്ട് വന്നു. അപ്പോ അവിടെ തന്നെയുള്ള ടീച്ചേഴ്സ്, നമ്മുടെ ഇവിടെ ഉള്ള ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്തുള്ള. എന്റെ വീടിന്റെ അടുത്തുള്ള ടീച്ചർ അവിടെ, എന്റെ വീടിന്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഈ നമ്മുടെ ഇവിടെയുള്ള ഒരു ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു, അശ്വതി എന്തായാലും തുടർ പഠനത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ പോകണം, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങള് തിരിച്ച് ഇങ്ങോട്ട് എറണാകുളത്തോട്ട് വന്നു. +1 +2 അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പേടിയും കാര്യങ്ങളും എനിക്ക് തിരിച്ചു വീണ്ടും വന്നു. എന്തുകൊണ്ടായിരിക്കാം പേടിയും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നത്? കാരണം നാട്ടില് ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല നമുക്ക് കാരണം നാട്ടിൽ എനിക്ക് കിട്ടാത്ത അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. വീണ്ടും നാട്ടിലേക്ക് പോരുമ്പോൾ വീണ്ടും നമ്മള് ബാക്കോട്ടായി പോകും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അത്രയും നാള് മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാള് പെട്ടെന്ന് അറിയാലോ നമുക്ക് +1 +2 ആ സമയത്തൊക്കെ ഇംഗ്ലീഷിൽ മാത്രമാണ് എഴുതാൻ സാധിക്കുന്നുണ്ടാവുക പരീക്ഷകളൊക്കെ, എക്സാം ഒക്കെ. ഇപ്പോഴും നമുക്ക് മലയാളം ഒക്കെ യൂസ് ചെയ്യാം, പക്ഷെ ആ സമയത്ത് എന്തായിരുന്നു, ഇംഗ്ലീഷ് മാത്രമായിരുന്നു. അപ്പോ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് മാത്രം പഠിച്ച് ബാക്കിയുള്ള ടോപ്പിക്കുകൾ, സബ്ജക്റ്റുകൾ കവർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ലാംഗ്വേജ് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി, ഭയങ്കരമായിട്ട് പേടി വന്നു തുടങ്ങി. അവിടെയും എന്താ പറയാ ഇൻട്രോവേർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഉൾവലിഞ്ഞു നിൽക്കാനായിട്ട് തുടങ്ങി. വീണ്ടും പഴയ രീതിയിലേക്ക് ആയിപ്പോയി. അപ്പോ അതിന്റെ കുറച്ചു നാൾ അങ്ങനെ അധികം ആരോടും സംസാരിക്കില്ല. കാരണം അവിടെ നിന്ന് വന്നിട്ട് ഒരു ഷോക്ക് ആകാം, അധികം ആരോട് സംസാരിക്കില്ല, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ള ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, ഓണപരീക്ഷ കഴിഞ്ഞു. ഓണപരീക്ഷ കഴിഞ്ഞു, സബ്ജക്റ്റുകളൊക്കെ കിട്ടി തുടങ്ങി. കുഴപ്പമില്ല, ഏകദേശം ഓക്കെയാണ്, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, പേടിച്ചതുപോലെ അല്ല. പക്ഷെ ഒരു ദിവസം
ഞങ്ങളുടെ ഒരു ടീച്ചർ വന്നു, സോഷ്യോളജി എടുക്കുന്ന ടീച്ചറാ. ടീച്ചർ വന്നിട്ട് പേപ്പർ ലാസ്റ്റ് പേപ്പറായി, പേപ്പർ കൂടി കിട്ടാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും പേപ്പർ കൊടുത്തു. നമ്മള് പേരനുസരിച്ചിട്ടാണെങ്കിൽ എനിക്ക് ആദ്യമേ കിട്ടണം, കാരണം അശ്വതി എന്നുള്ള പേര് A ആണ് വരുന്നത്, ആദ്യം തന്നെ പേപ്പർ തന്നെ. പക്ഷെ എല്ലാവരുടെയും 60 പേരുണ്ട്, 59 പേരുടെയും പേപ്പർ കൊടുത്തിട്ടും എന്റെ പേര് വിളിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നി. 60ാമതായിട്ടാണ് എന്നെ വിളിച്ചത്. അശ്വതി വരാൻ എന്നോട് പറഞ്ഞു, അശ്വതി ഒന്ന് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോ എന്നോട് പറയുവാണ് ഈ ടീച്ചർ, പതുക്കെയാണ് കേട്ടോ പറയുന്നേ, ടീച്ചറുടെ പേര് ഇന്ദിര എന്നാണ്, ഇപ്പോഴും ആ ടീച്ചർ ഓർക്കുന്നുണ്ട്. ടീച്ചർ പതുക്കെ എന്നോട് പറയുവാണ്, അശ്വതി താൻ ഈ സബ്ജക്റ്റിന് ഫെയിലാണ്, പക്ഷെ ഞാൻ തനിക്ക് പാസ് മാർക്ക് തന്നിട്ടുണ്ട്. 24 മാർക്കാണ് പാസ് മാർക്ക്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാല് ആ സമയത്ത് അവിടെ നിന്ന് ഭൂമി പിഴകിറങ്ങി പോവാന്ന് പറയില്ലേ, അതുപോലൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അവിടെ നിന്ന് പോവാൻ തോന്നി എനിക്ക് എങ്ങനെയെങ്കിലും. അപ്പൊ 24 മാർക്ക് ഉണ്ട്, ഞാൻ തന്നിട്ടുണ്ട്, താൻ പാസ്സാണ്, പേടിക്കണ്ട, പക്ഷെ ഞാനിത് തന്നെ പാസ്സാക്കിയത, താൻ ഫെയിലാണ്. കാരണം ഈ പേപ്പർ കണ്ടാല് ഇത്രയും മാർക്ക് തരാനായിട്ട് തോന്നില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ ശരിയാണ്, എനിക്ക് ഈ സബ്ജക്ട് എനിക്ക് മറ്റ് സബ്ജക്റ്റുകളെ പോലെ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പഠിക്കാനായിട്ട്. എങ്ങനെയാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന്, എങ്ങനെയാണത് എക്സാം എഴുതേണ്ടതെന്നോ ഉള്ള യാതൊരുവിധ കാര്യങ്ങളും എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു, അശ്വതി ഒരു കാര്യം ചെയ്യ്, ഈ പീരീഡ് കഴിയുമ്പോൾ ഇന്റർവെൽ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു, അശ്വതി പഠിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാല് ആദ്യം ഒരു ഡിക്ഷണറി മേടിച്ചു വെക്കുക കയ്യില്, അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, അതിനകത്തെ കാര്യങ്ങൾ, അതായത് വേർഡ്സ് ടു വേർഡ്സ് കൺവേർട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി പഠിക്കുക, ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ തന്നെ പറഞ്ഞു, ഒരു ചെറിയ ഡിക്ഷണറി മേടിച്ചാൽ മതി, 25 രൂപക്കൊക്കെയാണെന്ന് ഡിക്ഷണറി കിട്ടുന്നത്. ആ ഒരു ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു. ഞാനത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് വാങ്ങി. അപ്പോഴും അറിയില്ല ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഒന്നും അറിയില്ല. അപ്പോ ടീച്ചർ പറഞ്ഞൊരു കാര്യം, അതായത് ഇംഗ്ലീഷിലുള്ള, അതായത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്തു മലയാളത്തിന്റെ, അതായത് മലയാളം മീനിങ് ഇംഗ്ലീഷ് വേർഡ്സിന്റെ മുകളിലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചു. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി, എന്നിരുന്നാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങി. പഠിച്ചു പോയി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു. പിന്നീട് ക്രിസ്മസ് പരീക്ഷ വന്നു, അതിന് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി. അതായത് ഭയങ്കരമായിട്ടുള്ള മാർക്കല്ല കേട്ടോ, പാസ് മാർക്കിനേക്കാളും കൂടുതലായിട്ടുള്ള മാർക്ക് കിട്ടി. ഓക്കെ, അതിനുശേഷം +2 എക്സാം വന്നു. +2 എക്സാം സമയത്ത് എനിക്ക് വാശിയായിരുന്നു, എങ്ങനെയെങ്കിലും ആ ടീച്ചറെ കൊണ്ട് ഒന്ന് മാറ്റി പറയിപ്പിക്കണം എന്തെങ്കിലും. അങ്ങനെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു, നല്ല രീതിയിൽ മാർക്ക് ഉണ്ടായിരുന്നു +2 എക്സാമിന്. പക്ഷേ ആ വിഷയത്തിൽ, ആ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ആ സ്കൂളില് എനിക്കായിരുന്നു ആകെ A+ ഉണ്ടായിരുന്നത്. 198 ഔട്ട് ഓഫ് 100 A+ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങള് ടീച്ചറെ കാണാനായിട്ട്, ഞങ്ങൾ എല്ലാവരും കൂടി റിസൾട്ട് വന്നതിന് ശേഷം ടീച്ചറെ കാണാനായിട്ട് ചെന്നു. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ച് ടീച്ചർ ഒരു ഉമ്മ തന്നു. അപ്പോ ബാക്കിയുള്ള സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്, ഓണപരീക്ഷയ്ക്ക് അശ്വതിക്ക് 24 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, അശ്വതിയാണ് ഈ സ്കൂളില് സോഷ്യോളജിക്ക് ആകെ ഏക A+ മേടിച്ച വ്യക്തി എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി, കാരണം ആ ടീച്ചറാണ് കുറേയധികം ലേണിംഗ് മെത്തേഡുകൾ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കി തന്നു. അപ്പൊ ആദ്യത്തെ ഒരു സാർ എന്ന് പറയുന്നത് എന്റെ 10ാം ക്ലാസ്സിൽ എന്നെ സ്റ്റേജിൽ കയറ്റിയ സുനിൽ സാറാണ്. രണ്ടാമത്തെ ടീച്ചർ എന്ന് പറഞ്ഞത് ഈ ഇന്ദിര ടീച്ചറാണ്. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, കഥ ഇഷ്ടമായോ? ഇനി ഇതിന്റെ തുടർച്ചയുണ്ട്, കഴിഞ്ഞിട്ടില്ല.
ഇനിയുമുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. 1 മണിയായി. ഓക്കെ. ടീച്ചറെ അതെ, നമുക്ക് ക്ലാസ് ഒക്കെ ചെയ്യുന്നത് മാർച്ചിലാണോ? നമ്മുടെ മോണ്ടിസോറി അത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും കേട്ടോ കറക്റ്റ് ആയിട്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഇതിനനുസരിച്ചിരിക്കും. താങ്ക് യു ഓക്കെ. മാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.